Magic morning. Good morning. Magic morning, all. എന്താ സ്ഥിതി? ആങ്കർ ഉണ്ടോ? എന്തായാലും നമ്മളെ ഷൈമിന മാമിന്റെ ക്ലാസ് ആണല്ലേ മണി സാറ്? അതെ സർ. പ്രൊഫസറെ ആരെങ്കിലും ആങ്കർ ഉണ്ടോ? ഇല്ല. സ്റ്റാർട്ട് ചെയ്തപ്പോ നോ പ്രോബ്ലം. ശരി. നമ്മളെ ബിമാജിക്കിന്റെ മെമ്പറായ ഷൈമിന മാം ഗ്രാറ്റിറ്റ്യൂഡ്, ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വിഷയത്തിലാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഷൈമിന മാമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും അത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ചെയ്തോളൂ. താങ്ക് യു സാർ. മാജിക് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതിന് എനിക്കൊരു അവസരം നൽകിയ സർവശക്തന് നന്ദി പറയുന്നു. അതുപോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തന്ന ബിമാജിക് ഫൗണ്ടേഴ്സിനോടും എനിക്ക് പ്രചോദനം നൽകിയ ലീഡേഴ്സിനോട്, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ ഗുരുക്കന്മാര്, ബിമാജിക്കിലെ എല്ലാ മെമ്പേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം, ക്ഷമിക്കണം, എനിക്ക് പ്രോത്സാഹനം നൽകണം. തുടങ്ങട്ടെ ഞാൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി, എൻ്റെ പേര് ഷൈമിന, സ്ഥലം ഹരിപ്പാടാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കുക, നമ്മുടെ ജീവിതത്തിനെ വളർത്തിയെടുക്കാനുള്ള ഒരു ശീലമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ഊർജത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒന്നുകൂടി പറയാം, നമ്മുടെ ഊർജത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് കൃതജ്ഞത. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃതജ്ഞതയെക്കുറിച്ച് ഒരുപാട് അറിയുന്ന ഒരു വിഷയമാണ്. നമ്മൾ ബിമാജിക്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എഴുതുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മുടെ ഡെയിലി റൂട്ടിൽ നമുക്ക് പെടുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും സാമ്പത്തിക അഭിവൃദ്ധിയിലും ഒക്കെ ആയിരിക്കും. എവിടെയെങ്കിലും അസ്വസ്ഥതയുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഒരു തോന്നലുണ്ടോ? എന്താണ് അതിന് കാരണം? നമ്മൾ ഉള്ളുകൊണ്ട് നന്ദി പറയുന്നില്ല എന്നുള്ളതാണ്. നമ്മളിൽ പലരുടെയും ഒരു കുറവ് എന്താണെന്നറിയോ? നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് കുറെ ലിസ്റ്റുകൾ അത് ഉണ്ടാക്കും. അതില്ലാത്തതിനാൽ ഞാൻ അപൂർണനാണെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ ഉള്ളതിനെ കുറിച്ചും ഇല്ലാത്തതിനെ കുറിച്ചും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് അതിനെ നമ്മൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളതിന്റെ കണക്കാകും കൂടുതലായിട്ട് ഉണ്ടാകുക. അത് കാണുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്കുള്ളതിൽ സംതൃപ്തി കണ്ടെത്താനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം, നമുക്ക് ഉള്ളതിൽ ഒരു സംതൃപ്തി കണ്ടെത്താനുള്ള ഒരു കഴിവുണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കൂടുതലായിട്ടും. അതുപോലെ നമുക്ക് ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും നമുക്ക് കൂടുതൽ നേടാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് നന്ദി ഉള്ളവരായിരിക്കുക എന്നുള്ളത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കണം. രാവിലെയോ
രാത്രിയിലോ കുറച്ച് സമയം നമ്മൾ ഇരിക്കുകയും നമുക്കുള്ളതിനെ എണ്ണിപ്പെറുക്കി ഓർത്തിട്ട് അതിന് നമ്മളെ നന്ദി രേഖപ്പെടുത്തണം. അതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ല എങ്കിൽ കൂടിയും എനിക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും, നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മൾ അതിനെ നന്ദി പറയണം. നമ്മൾ ഒഴിഞ്ഞിരുന്ന് ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണിത് കേട്ടോ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. അത് പറഞ്ഞു തരാൻ എന്നെക്കാട്ടി കഴിവുള്ളവരൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അവർ പറഞ്ഞു തരും. എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറയും. അതുപോലെ നമുക്ക് എന്താണോ ഉള്ളത്, നമുക്ക് ഉള്ളത് ഉപയോഗിക്കുമ്പോഴും നമ്മളെ നന്ദി രേഖപ്പെടുത്തണം, നമ്മൾ നന്ദി പറയണം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കാഴ്ച കാണുന്നു. ആ കാഴ്ച കാണുന്ന സമയത്ത് ആ കാഴ്ചയെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് നമ്മൾ നന്ദി പറയണം. അതുപോലെ നമ്മളൊരു സംഗീതം കേൾക്കുന്ന സമയത്ത് ആ സംഗീതത്തിനെ പ്രശംസിച്ചുകൊണ്ട് നമ്മുടെ കാതുകൾക്ക് നമ്മൾ നന്ദി പറയണം. ഇങ്ങനെ നന്ദി പറഞ്ഞ് ശീലിക്കുമ്പോൾ നമുക്ക് ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കാനായിട്ട് പഠിക്കും. അതായത് ഉള്ളത് കൊണ്ട് പിന്നെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കാനല്ല, മറിച്ച് നമുക്ക് 100 രൂപയുണ്ടെങ്കിലും ജീവിക്കാൻ അറിയില്ല എങ്കിൽ 10,000 ഉണ്ടെങ്കിലും ജീവിക്കാൻ നമ്മളെ പഠിക്കില്ല. അതുപോലെ നമ്മൾ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് നമ്മൾ പോകേണ്ടത്, അല്ലേ? ചെറിയ കാര്യങ്ങളിൽ നിന്നും വലിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. മീൻസ് നമ്മൾ ഉള്ളത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇല്ലാത്തത് ഉണ്ടാക്കേണ്ടതെന്നാണ്. അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു അവബോധം ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ? നമ്മൾ പഠിച്ചതാണ്. വിമാജിക്കലൊക്കെ നമ്മൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. നമ്മൾ ഒത്തിരി ക്ലാസ്സുകളും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാല്, പ്രപഞ്ച നിയമം എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും, അല്ലേ? ഉള്ളതിനോട് കൃതജ്ഞതയുള്ളവന് കൂടുതൽ ഉണ്ടാകും. അതായത് കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കും. അതാ പറയുന്നത്, നമ്മൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരാണ്. എന്നോട് പറയാം, നമുക്ക് പ്രപഞ്ച നിയമം എന്താണെന്ന് വെച്ചാല്, ഉള്ളതിനോട് കൃതജ്ഞതയുള്ളവന് കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് അത് ഉണ്ടാക്കാനുള്ള മാനസികാവസ്ഥ പ്രപഞ്ചം നമുക്ക് ഉണ്ടാക്കി തരും. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ കൃതജ്ഞത നമുക്കുണ്ടായാല് കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതെന്താണെന്ന് വെച്ചാല്, നമ്മുടെ അനുഗ്രഹങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യാനുള്ള പ്രവണത കുറയും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തൃപ്തനായിരിക്കാന് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത് ഞാൻ ഈ പറയുന്നത് കൃതജ്ഞത ശീലിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് കേട്ടോ. അതുപോലെ നമ്മൾ സ്വയം അംഗീകരിക്കുവാനുള്ള ഒരു വഴി കൂടിയാണ് കൃതജ്ഞത. നന്ദിയുള്ള മനസ്സ് ശാന്തവും സന്തോഷവും ആയിരിക്കുന്ന സമയത്ത്, നമ്മുടെ നന്ദിയുള്ള മനസ്സ് ശാന്തവും സന്തോഷവുമായിരിക്കുന്ന സമയത്ത് നമ്മുടെ പുതിയ ആശയങ്ങളെ എളുപ്പത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. അതായത് ഇത് നമ്മുടെ സർഗാത്മകതയുടെ വാതിലുകൾ തുറക്കുന്നു. അതായത് എപ്പോഴും നമ്മുടെ സന്തോഷമുള്ള മനസ്സിൽ നിന്നാണല്ലോ പുതിയ പുതിയ സൃഷ്ടികളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കൃതജ്ഞത നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ പാത്വേസിനെ ഇത് ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ആ ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് സ്ഥിരമായി നല്ല ശീലങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കും. നമ്മളെ അത് സഹായിക്കും. ചുരുക്കി പറഞ്ഞാല്, നന്ദി പറയുന്നത് നമ്മളൊരു ശീലമാക്കുമ്പോഴേ നമ്മുടെ ജീവിതം പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. കൃതജ്ഞത എന്ന് പറയുന്നത് തന്നെ നമുക്കുള്ളതിനെ നമ്മൾ അംഗീകരിക്കുന്നതാണല്ലോ. അതുപോലെ കൃതജ്ഞതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും തന്നെ പോരാ. കൃതജ്ഞതയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധിക്കും. നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ കൃതജ്ഞത നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് നമ്മുടെ
നിങ്ങൾ ആദ്യം 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ 1 എഴുതണം, 2 എഴുതണം, 3 എഴുതണം എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ 1, 2, 3 ആയിരിക്കില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഹൃദയം കൊണ്ട് നമ്മളിങ്ങനെ കൃതജ്ഞത പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ കൃതജ്ഞത നമ്മൾ ശീലിക്കുന്നത് കൊണ്ടുള്ള ഓരോ ഗുണങ്ങള്. നമ്മൾ എന്തിനെല്ലാമാണ് കൃതജ്ഞത പറയേണ്ടത്? നമുക്കിപ്പം കുറച്ച് സമ്പത്ത് കിട്ടുന്നതിനോ അങ്ങനെ അത് മാത്രമല്ല. കാരണം ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു കൃതജ്ഞതയാണ് അല്ലെ. നമ്മുടെ ലൈഫ്, നമ്മൾക്ക് കിട്ടിയ ഈ നല്ല ജീവിതം, അതുപോലെ നമ്മുടെ ജനനം അല്ലെ. നമ്മളെ ഈ പ്രപഞ്ച ശക്തിക്ക് ജനിപ്പിക്കാതിരിക്കാമായിരുന്നല്ലോ അല്ലേ. നമുക്ക് യാതൊരു അംഗവൈകല്യങ്ങളും ഇല്ലാതെ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നില്ലേ. അപ്പം അതും ഒരു അനുഗ്രഹങ്ങളാണ്. അതുപോലെ നല്ലവരായ മാതാപിതാക്കളെ നമ്മൾക്ക് ലഭിച്ചു അല്ലെ. നമ്മളെ അവര് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി, നമുക്ക് സ്നേഹം തന്ന്, നമുക്ക് വിദ്യാഭ്യാസം തന്ന് ഒക്കെ നമ്മളെ പോറ്റി വളർത്തിയില്ലേ. ഇങ്ങനെ കിട്ടാതെ പോകുന്നവർ എത്രയോ പേരുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എത്രയോ കുട്ടികളെ ഉപേക്ഷിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയൊന്നും നമുക്ക് അനുഭവങ്ങളില്ലല്ലോ. നമ്മളെ സ്നേഹനിധികളായ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നന്നായിട്ട് വളർത്തി, നമ്മളെ എത്രയൊക്കെ വിദ്യാഭ്യാസം തന്നു, നമ്മളെ ഈ നിലയിലൊക്കെ അവരെ എത്തിച്ചു. അപ്പം അതിനൊക്കെ നമ്മൾ നന്ദി ഉള്ളവരാകണം. അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം, നമുക്ക് ലഭിക്കുന്ന അറിവുകള്, നമുക്ക് അറിവ് പകർന്നു നൽകുന്നവർക്ക്, നമ്മുടെ അനുഗ്രഹീതരായ മക്കൾക്ക്, നമ്മുടെ സന്തുഷ്ടമായ കുടുംബ ജീവിതത്തിന്, പ്രകൃതിയോട്, പിന്നെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. ഇതിൽ നന്ദി, അതായത് കൃതജ്ഞത എഴുതാൻ അറിയാൻ മേലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൃതജ്ഞത രേഖപ്പെടുത്തുന്നവരാണെന്ന്, എഴുതി ശീലിക്കുന്നവരാണെന്ന് വിചാരിക്കുന്നു. ആണോ? എല്ലാവരും ദിവസവും കൃതജ്ഞത എഴുതുന്നവരാണോ? ഞാൻ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് എനിക്കൂടെ അപ്പം കൃതജ്ഞത എഴുതാൻ അറിയാൻ വയ്യാത്തവരുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അല്ലാത്തവർക്ക് ഇപ്പൊ ആരോടാണേലും, നമ്മുടെ ബിമാജിക്കിൽ ആരോടാണേലും നമുക്കൊരു സഹായം ചോദിക്കാം കേട്ടോ. ഇപ്പൊ എന്നോടാണേലും, ഇവിടെ കഴിവുള്ളവര്, നമ്മളെക്കാട്ടിൽ ഒത്തിരി കഴിവുള്ളവര് ഒത്തിരിയും പേരുണ്ട് ബിമാജിക്ക്. നമ്മുടെ ലീഡേഴ്സൊക്കെ നമ്മളെക്കാട്ടി ഒത്തിരി കഴിവുള്ളവരാണ്, അവരോട് ചോദിക്കാം. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കണം. നമ്മളെ ഒരു ചെറിയ കാര്യത്തിന് പോലും കൃതജ്ഞത പറയണം. നമ്മളിപ്പോൾ ഒരു പൂവിനെ കാണുന്നല്ലേ, ആ പൂവിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും അതിനെ മണക്കുവാനും ഉള്ള ഒക്കെ കഴിവ് നമുക്കുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം, നമ്മുടെ പഞ്ചഭൂതങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം, നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ കയറി, ഭക്ഷണം നമുക്ക് ആ സമയത്തിന് ലഭിക്കുന്നതിനും അവര് നമുക്ക് ഭക്ഷണം കൊണ്ട് തരുമല്ലോ. അപ്പൊ അതുപോലെ നമ്മളൊരു ബസ്സിൽ കയറി നമുക്കൊരു ചില്ലറ കിട്ടിയ കണ്ടക്ടർക്ക് അങ്ങനെയൊക്കെ നമ്മൾ നന്ദി പറയണം. എല്ലാത്തിനും നമ്മൾ നന്ദി പറയണം. നമ്മുടെ ആരോഗ്യവും ബലവുമുള്ള നമ്മുടെ കൈകാലുകൾക്ക് നന്ദി പറയണം. ചുരുക്കി കൂട്ടി പറഞ്ഞാല് നമ്മുടെ പിന്നെ തല മുതല് നമ്മുടെ കാല് വരെയുള്ള എല്ലാ നമ്മുടെ ശാരീരിക അവയവങ്ങൾക്കും എല്ലാം നമ്മൾ എപ്പോഴും നന്ദി പറയണം. അതുപോലെ ഈ നന്ദി പറയുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ എപ്പോഴും പറയത്തില്ലേ, നന്ദി ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരാ. എങ്ങനെ? അയ്യോ എൻ്റെ കണ്ണുകൾക്ക് നന്ദി, എൻ്റെ കാതുകൾക്ക് നന്ദി, അല്ലെങ്കിൽ എൻ്റെ കൈകൾക്ക് നന്ദി, ഇങ്ങനെ പറഞ്ഞാൽ പോരാ. എപ്പോഴും നമ്മൾ നന്ദി പറയുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഉള്ളിൽ തട്ടി വേണം നന്ദി പറയാൻ. ഉള്ളിൽ തട്ടി വേണം നമ്മൾ എപ്പോഴും നന്ദി പറയുവാനായിട്ട്. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ടാകും. നമ്മൾ എപ്പോഴും പറയത്തില്ലേ, നമ്മുടെ ചിന്തകളാണ് നമ്മളെ സൃഷ്ടിക്കുന്നതെന്ന്. അതെ, അതാണ്, അങ്ങനെയാണല്ലോ. നമ്മുടെ ചിന്തകളാണ് നമ്മളെ സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതെന്താന്ന് ചോദിച്ചാല്, നമ്മൾ ഈ ഉള്ളുകൊണ്ട് നമ്മൾ ഈ നന്ദി പറയുമ്പോഴുണ്ടല്ലോ, നമുക്ക് എപ്പോഴും എന്തുണ്ടാകും? പോസിറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും അപ്പോൾ ഉണ്ടാകുന്നത് അല്ലെ. നമ്മൾ ഈ പ്രപഞ്ചത്തിനോട്, സർവശക്തനോട് നന്ദി പറയുന്ന സമയത്ത്, നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇങ്ങനെ നന്ദി പറയുന്ന സമയത്ത്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ നന്ദി പറയുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്ത ഫീലിംഗ് ഒക്കെ ഉണ്ടാവും അല്ലെ. കാരണം ഒരു സ്നേഹം,
എന്താ ആ അവസ്ഥയെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. ഈ സന്തോഷമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ എന്ത് പ്രപഞ്ചത്തിന് അങ്ങോട്ട് കൊടുക്കുന്നോ അത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. കാരണം എന്താന്ന് ചോദിച്ചാല് പ്രപഞ്ച മനസ്സും നമ്മളും ഒക്കെ തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കല്ലേ. അതാണ് ആ പറയുന്നത്. കാരണം നമ്മൾ സന്തോഷമുള്ള, അതായത് നമ്മൾ പോസിറ്റീവായ വൈബ്രേഷനാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉള്ളിൽ തട്ടി നന്ദി പറയുന്ന സമയത്ത് നമ്മള് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. അതാണ് പറയുന്നത് എന്ത്, നമുക്ക് ലഭിച്ചിട്ടുള്ളതിനെല്ലാം നമ്മൾ നന്ദി പറയുമ്പോൾ, നമുക്ക് കൃതജ്ഞത ഉണ്ടാകുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട്, അതായത് നമ്മളിങ്ങനെ ഉള്ളിൽ തട്ടി നന്ദി പറയുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളെ അതിശക്തമായി ചാർജ് ചെയ്ത് ശക്തമായ സിഗ്നലുകളെ പ്രപഞ്ചത്തിലേക്ക് അയക്കും. മനസ്സിലായോ? നമ്മുടെ ആഗ്രഹങ്ങളെ അതിശക്തമായി ചാർജ് ചെയ്തുകൊണ്ട് ശക്തമായ സിഗ്നലുകളെ പ്രപഞ്ചത്തിലേക്ക് അയക്കും. അതിനാണ് പറയുന്നത് എപ്പോഴും നമ്മള് നന്ദിയുള്ളവരായിരിക്കുക എന്ന്. അങ്ങനെ ചുമ്മാതെ ഒരു നന്ദി ഉണ്ടായാൽ മാത്രം പോരാ, മറിച്ച് നമ്മള് നമ്മുടെ ഉള്ളിൽ തട്ടി നമ്മുടെ ഹൃദയം കൊണ്ട് വേണം നമ്മൾ നന്ദി പറയാനായിട്ട്. അതുപോലെ നമ്മള് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കൃതജ്ഞത എഴുതുമ്പോഴേ നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലേ, നമ്മളൊരു കാര്യം കൃതജ്ഞത എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടാറുമുണ്ടല്ലേ. അങ്ങനെ കൃതജ്ഞത എഴുതിയിട്ട് ഈ നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ, നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടിയവരാരെങ്കിലും ഉണ്ടോ ഒന്ന് പറയൂ. കൃതജ്ഞത എഴുതിയിട്ട് നമ്മൾ കൃതജ്ഞത എഴുതുമല്ലോ, ആ കൃതജ്ഞത എഴുതുമ്പോഴേ നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അനുഭവം ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ അവരുടെ അനുഭവം. പുതിയ ആൾക്കാരല്ലാതെ നമ്മള് മുമ്പൊക്കെ വന്നിട്ടുള്ള കുറെ പേരുണ്ട് ഇവിടെ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. തീർച്ചയായും മാം, ഞാനിപ്പോ ചെയ്യുന്ന ജോലി പോലും എനിക്ക് അങ്ങനെ ഒരു കൃതജ്ഞതയോട് കൂടിയിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞുകൊണ്ടും അതുപോലെ എഴുതിയോണ്ടും തന്നെയാണ് വിശ്വസിക്കുന്നത് പൂർണ്ണമായിട്ടും. കാര്യം നമുക്ക് പറ്റിയ, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഫീൽഡിലല്ല ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഞാൻ ഇപ്പോഴും അതിനോട് കൂടുതലായിട്ട് നമുക്കത് അത്രയും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു കൃതജ്ഞത കൊണ്ട് തന്നെയാണ്. താങ്ക് യു. താങ്ക് യു പ്രീത മാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാന് ഹലോ രഞ്ജിത്ത്. ഞാൻ പിന്നെ ഇതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് ഇപ്പം അല്ല, ഒരു 5 വർഷം മുമ്പ് എനിക്ക് ആദ്യം ഉണ്ടായത് ഒരു മോളായിരുന്നു. അപ്പൊ ഞാൻ എന്താണ് ഈ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താകും, ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആൺകുഞ്ഞിനെ നൽകിയതിന് നന്ദി, കിട്ടുന്നതിന് മുമ്പ് കിട്ടിയതായിട്ട് നന്ദി ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് രണ്ടാമതായിട്ട് ഞാൻ വിശ്വസിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് രണ്ടാമത് ആൺകുഞ്ഞാണ് ജനിച്ചത്. താങ്ക് യു. അത് ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ എന്ന് എഴുതുമായിരുന്നു. കിട്ടുന്നതിന് മുമ്പ് കിട്ടിയതായിട്ട് ഞാൻ നന്ദി ഇങ്ങനെ കൊണ്ടായിരിക്കും. അതുപോലെ പല കാര്യങ്ങളും കേട്ടോ, കിട്ടുന്നതിന് മുമ്പേ ഞാൻ നന്ദി കാണിക്കുമായിരുന്നു. താങ്ക് യു. താങ്ക് യു നൈഫൽ സാർ. താങ്ക് യു പ്രീത, നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിന്. അതുപോലെ തന്നെ ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് കുറെ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനപ്പം നമ്മൾ ഇത് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പോസിറ്റീവ്, അതായത് ബിമാജിക് എന്ന ഈ പോസിറ്റീവ് കൂട്ടായ്മയില് എത്തിപ്പെട്ടതിന് നമ്മൾ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയണം അല്ലെ. ഇതിപ്പം നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് കൊണ്ടല്ല, ഇപ്പൊ ഞാൻ എവിടെയോ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പം ഞാൻ ഇവിടം വരെ എത്തിയില്ലേ. അതും നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ്, ഇപ്പൊ ഞാൻ ബിമാജിക്കിൽ വന്നത് കൊണ്ടാണ് കേട്ടോ, ബിമാജിക്കിൽ വന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കഴിവൊക്കെ കിട്ടുന്നത്. അതുപോലെ നമ്മൾ പിന്നെ ഈ ബിമാജിക് എന്ന കൂട്ടായ്മയിൽ വന്നതിനെ കുറിച്ചും നന്ദി പറയണം.
അതുപോലെ നമ്മൾ എങ്ങനെയാണെന്ന് അറിയാം, നമ്മൾ നന്ദി പറയാൻ നമ്മൾ നന്ദി എഴുതി ശീലിക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നന്ദി എഴുതുമ്പോഴേ നമ്മൾ ആദ്യം നമ്മളെ സഹായിച്ചവർക്ക് നന്ദി എഴുതണം, അല്ലെ? എങ്ങനെയാ, നമ്മുടെ കുട്ടിക്കാലം മുതല് നമ്മളെ ഇന്ന് വരെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി, അതായത് നമ്മളെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി എഴുതണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി എഴുതണം. നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി എഴുതണം. അതുപോലെ പിന്നെ നമുക്കിനി ലഭിക്കാനിരിക്കുന്ന, നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് പറയത്തില്ലേ, അതുപോലെ നമുക്ക് കിട്ടാനിരിക്കുന്ന കാര്യങ്ങൾക്കും നന്ദി പറയണം. ഇങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി നമ്മൾ ശീലിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കൃതജ്ഞതയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് പരിമിതമായിട്ടുള്ള പിന്നെ ടൈമൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ബിമാജിക്കിന് നന്ദി. ഇതിനെനിക്ക് കഴിവ് തന്ന പ്രപഞ്ചനാഥന് നന്ദി. ഇനിയും ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സാറ്. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ നീറ്റായിട്ട് നല്ല ഒഴുക്കോട് കൂടി ആറ്റിറ്റ്യൂഡിന്റെ എല്ലാ ഒരുവിധം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് അത്രയും വലിയൊരു ഘടകം ആയി തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ മുന്നേറാൻ നമുക്ക് സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപാധി തന്നെയാണത്. നമ്മൾ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു കൃതജ്ഞത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വലിയൊരു പര്യായം തന്നെയാണത്. അവിടെയാണ് നമ്മളെല്ലാം കിടക്കുന്നത്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ ഒരു പഴയ ഒരാൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നമ്മൾ ദിവസവും ഈ പ്രയറിന് ബദല് താങ്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ നമുക്കത് അതിന്റെ ഉപകാരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് ജീവിതം തന്നതിനും നമ്മളെ എല്ലാ അവയവങ്ങൾക്കും എല്ലാത്തിനും നന്ദി. സുഹൃത്തുക്കളും ഗുരുനാഥന്മാരും എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുക ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരു സംതൃപ്തി മനസ്സിലുണ്ടാവും. ഒരാൾ എന്തെങ്കിലും ഉപകാരം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു താങ്ക് യു പറയുമ്പോൾ മനസ്സറിഞ്ഞിട്ട് അത് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്നേഹം പങ്കുവെക്കലാണ്. അതിന് പുറമെ നമുക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഷൈമിന മാം പറഞ്ഞ പോലെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നിർത്താതെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളാണ് നമുക്ക് ഈ ജീവിതത്തിൽ ഈ പ്രപഞ്ചശക്തി നമുക്ക് നൽകിയത്. അതിന് നന്ദിയുള്ളവരായിരിക്കാം നമ്മളെ അടുത്തുള്ളവരോടും ഈ മാജിക്കിനോടും എല്ലാത്തിനും പലതരം ഇത് നമുക്ക് നന്ദി എല്ലാവരോടും പ്രകടിപ്പിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്ദിയുള്ളവരായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ മനസ്സ് ഫ്രീ ആവും, നമ്മൾ സന്തോഷവതികളും ആവും. ഹാപ്പിനെസ് വരുന്ന സമയത്താണ് നമുക്ക് അബണ്ടൻസ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാന്നുള്ള. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ജീവിതം നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുള്ള നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. അതുപോലെ നമുക്ക് ആർക്കും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാ നന്ദി എന്നും കൂടി അഭിപ്രായമുണ്ട് കേട്ടോ. മഹാന്മാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് നന്ദി. താങ്ക് യു മൻസാറെ, താങ്ക് യു. എല്ലാവരും ഫീഡ്ബാക്ക് പറയാം. ഒരാള് എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള്, അല്ലേ? ഒരാള് എനിക്ക് വേണം, എന്തെങ്കിലും ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? മുമ്പ് ഒരാളുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്, ആളെ പേര് ഞാൻ പറയണില്ല. അവരിതേപോലെ നമ്മളെ ക്ലാസ്സിൽ വന്ന് ദിവസം വിളിക്കും. എല്ലാ ദിവസവും വിളിച്ചിട്ട് ഓരോ സംശയം ചോദിച്ച് മനസ്സിലാക്കി
ഇപ്പോ ആള് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, നേരിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ട്. നമ്മളെക്കാളും വലിയ വലിയ ട്രെയിനർമാരായി. നമ്മളിപ്പോഴും ആ പഴയ മട്ടത്തിൽ തന്നെ നമ്മളെക്കാളും വലിയ ട്രെയിനർമാരായി മാറിയിട്ടുണ്ട്. ബഷീർ സാറിനൊക്കെ അറിയാം, ഞങ്ങള് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് അന്നൊരു ആ പ്രവർത്തനത്തിന്റെ വമ്പാണ് പല ആളുകളും ഇന്ന് ട്രെയിനർമാരായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് അറിയുന്നുണ്ട്. അതിന് ഒരാളെ ഞാൻ പേരെടുത്ത് പറയാൻ കാരണം, എന്ത് ചെയ്യുമ്പോഴും നമ്മളോട് ചോദിച്ചിട്ട് ചെയ്ത ഒരാളുണ്ട്. അയാളൊന്ന് വലിയൊരു ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്. എന്തായാലും ഇതേപോലെ എല്ലാവർക്കും ആകാം. പക്ഷെ ഞാനാണോ എനിക്ക് മെച്ചപ്പെടണമെങ്കിൽ ഞാൻ ചെയ്യണം. അതല്ല മണിസാറെ ഞാൻ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ചെയ്താൽ എനിക്ക് മെച്ചപ്പെടാം. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് എങ്കിലും പറഞ്ഞിട്ട് ഒന്ന് ഉഷാറായോ നോക്കുക. എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞത് നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് എടുത്തതിന് ആദ്യമായിട്ട് അതിന്റെ നന്ദി പറയാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് ഒരുപാട് ക്ലാസ്സും പുതിയ പുതിയ അറിവുകളാണ് അതിൽ നിന്ന് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മാമിന്റെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ കുറച്ചുകൂടി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ നല്ല ഒഴുക്കോട് കൂടിയിട്ട് നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് മാമിന്റെ ക്ലാസ് എടുത്തത്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു ഷെനി, താങ്ക് യു. മാജിക് മോർണിംഗ് മാഡം, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതും പുതിയ വർഷത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഓരോ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ട് തന്നെ ഈ വർഷം തുടങ്ങാന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഞാൻ പുറത്താണ്, അതുകൊണ്ടാണ് എൻ്റെ ഫോക്കസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ പറയില്ല, ഒരാളെ ആത്മാഭിമാനം നഷ്ടപ്പെടാന്ന് പറയുമ്പോൾ അത് നന്ദി ഇല്ലാത്തവെന്ന് കേൾക്കുമ്പോഴാണ്. നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പല കാര്യങ്ങളിലും നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ നന്ദികേട് കാണിച്ചിട്ടുണ്ടാവും. അറിഞ്ഞിട്ടല്ല, അറിയാതെ തന്നെ. നമ്മളെ സഹായിച്ചിട്ടുള്ള പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ സഹായിച്ചിട്ടുള്ള ആൾക്കാരോടുള്ള നന്ദി ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് തിരിച്ച് പറയാനോ നമ്മൾ ചിലപ്പോൾ തയ്യാറായിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു മാഡം പറഞ്ഞൊരു കാര്യം, ആത്മാർത്ഥമായിട്ട് വെറുതെ താങ്ക്സ് ഓക്കെ എന്നൊക്കെ പറയണതല്ല, അത് മനസ്സുകൊണ്ടല്ല പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് എന്തെങ്കിലും എടുത്ത് നമ്മൾ സാധനം താഴെ പോയി എടുത്ത് കഴിയുമ്പോൾ ഓക്കെ താങ്ക് യു, അത്രേ ഉള്ളൂ. നമ്മൾ മനസ്സുകൊണ്ടല്ല. അപ്പൊ മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ അതാണ് ശരിക്കുള്ള ആ നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് വേണം പറയാൻ. അത് വെറുതെ ഫോർ ദ സേക്ക് ഓഫ് ഗിവിങ് താങ്ക്സ് കൊണ്ട് കാര്യം. അതുപോലെ തന്നെ മനസ്സാറ് പറഞ്ഞ പോലെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എഴുതിയപ്പോൾ ഒരു ഹാഫ് പേജ് പോലും ഞാൻ എഴുതിയിരുന്നില്ല. പിന്നെ ഒരു 3-4 പേജൊക്കെയാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങി. കാരണം അത്രമാത്രം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് നന്ദിയില്ല. നമുക്ക് സഹായിച്ചിട്ടുള്ള ആൾക്കാരെ, നമ്മുടെ ഫാമിലിയെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ, പാരൻസിനെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ, ഇവരെല്ലാവരെയും എന്നെ സഹായിക്കില്ല. അപ്പൊ അവരോടൊക്കെ നന്ദി പറയുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ ആൾക്കാർ, നമുക്ക് പറഞ്ഞേ തീരില്ല, അതുപോലെ ആൾക്കാരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നമ്മളൊക്കെ എത്താനായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സുകൊണ്ട് അറിയുമ്പോൾ അത് ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മാഡത്തിന്റെ ക്ലാസ് അതൊരു ഉൾക്കാഴ്ചയായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. വേറെ ഷൈമിന മാം, മാജിക് മോർണിംഗ്. പ്രീത. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ പോലെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഇപ്പൊ വിൻസെന്റ് സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം നമുക്ക് ചെറുതായിട്ടെങ്കിലും പോലും നമുക്ക് മറ്റുള്ള ആളുകളുടെ അടുത്ത് ഒരു സഹായം, നമ്മളെ പരിചയമുള്ള ആളുകളുടെ അടുത്ത് എന്തായാലും ചെറുതായെങ്കിലും ഒരു സഹായം ലഭിച്ചിരിക്കുക. പക്ഷെ നമ്മൾ അതിന് നന്ദികേട് കാണിക്കുന്ന ഒരു ആളുകൾ തന്നെയാണ്. കാരണം ഇപ്പൊ ശരിക്കും നമുക്ക് കണ്ടറിയാം, ഇപ്പൊ സഹോദരങ്ങളായിട്ട് അച്ഛൻ, അമ്മ, വൈഫ് ആൻഡ് ഹസ്ബൻഡ്, അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ, അതായത് അവര് ചെയ്തു തന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മറക്കുകയാണ്. ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അവരെ കൊണ്ട് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മളൊരു ചെറിയൊരു നിമിഷത്തിൽ നമ്മളത് മറന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരോട് സംസാരിക്കുന്നതായാലും അല്ലെങ്കിൽ അവരോട് പെരുമാറുന്നതായാലും. ഈവൻ നമുക്കൊരു ഫോൺ കോൾ അത് നമ്മൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാത്ത മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് അവര് ഫോൺ എടുത്തില്ല, ഇനിയിപ്പോ വേണ്ട, ഞാൻ വിളിക്കില്ല പറഞ്ഞ് അങ്ങനെ വെക്കും.
പക്ഷെ നമ്മുടെ ബി മാജിക്കിൽ വന്നതിന് ശേഷം, അതായത് ബി മാജിക്കിലുള്ള മെമ്പേഴ്സിന് അങ്ങനെയൊന്നും തോന്നില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഞാൻ പലപ്പോഴും അതെ, ഇപ്പൊ സ്വന്തം പറഞ്ഞ വീട്ടിൽ നിന്ന് പോലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ എടുത്ത് ചിലപ്പോൾ നമ്മൾ തിരക്കിലായിരിക്കും, വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ വിളിക്കുന്ന സമയത്ത് അവർ സൗണ്ട് അടക്കം മാറിയിട്ടുണ്ടാവും. എന്ത് നീ വിളിച്ച് ഫോൺ എടുക്കാതിരുന്നു, ഒന്ന് എടുത്തൂടെ, അങ്ങനെയൊക്കെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സംസാരമായിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കാറില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മറ്റുള്ള ആളുകളെ കൂടി നമ്മളൊന്ന് കൺസെൻട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു മറ്റുള്ള ആളുകളോട് ഒരു ദേഷ്യമോ വെറുപ്പോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉള്ളിലൊരു സങ്കടം തോന്നില്ല. അവരെ എടുത്തില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം തോന്നില്ല. കാര്യം അവർക്ക് അത് തിരക്കായിരിക്കും, അതുകൊണ്ട് അവർ എടുത്തില്ല, ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും അവർ ആ സമയത്ത് അങ്ങനെ പെരുമാറിയത് എന്നോട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമുക്കാണ് കൂടുതലായിട്ട് ഗുണം വരിക. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലും അത് കിടന്നിട്ട് ഇങ്ങനെ അങ്ങനെ ആ ഒരു ദേഷ്യം കിടന്ന് നമ്മളും അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം, വളരെ ഒഴുക്കോട് കൂടി തന്നെ നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു പ്രീത. ഇപ്പൊ പ്രീത പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ എഴുതുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ, നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളെ സഹായിച്ചിട്ടുള്ളവർക്കൊക്കെ ഈ നന്ദി പറയുമ്പോഴുണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടി ഒരു സ്നേഹം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി കുറേ സ്നേഹം നമുക്ക് അവരോട് വീണ്ടും തോന്നും. നമ്മള് ഉള്ളിൽ തട്ടി ഒരു നന്ദി പറയുമ്പോഴുണ്ടല്ലോ, കുറെ കൂടി സ്നേഹം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരോട്. അതെ അതെ അതെ, തീർച്ചയായും. താങ്ക് യു പ്രീത. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഷെബിന മാം, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ എന്താ പറയാ, വളരെ നല്ലൊരു ഭാഷാശുദ്ധിയോട് കൂടി ഒരു പ്രൊഫഷണലിസം ടച്ച് ഉണ്ട്. എന്നാലും വളരെ മനോഹരമായിട്ട് കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന രീതി വളരെ ലളിതമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുത്തത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ പ്രീതമ മണി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ പിന്നെ വിൻസെന്റ് സാറൊക്കെ പറഞ്ഞ അതൊക്കെ വളരെ ഒരു പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ്. നമ്മളെ ശത്രുക്കളോട് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം എന്നാ, ശത്രുക്കൾ മീൻസ് നമ്മളെ വേദനിപ്പിച്ചവരോട് പോലും നമ്മൾ എന്താക്കണം, നന്ദി പറയണം എന്നുള്ള. എന്നാലും അവരും ഒരു ഘട്ടത്തിൽ നമ്മളെ വളർച്ചയ്ക്ക് സഹായിച്ച ആളുകളാണ്. അവരെ വാക്കുകൾ കൊണ്ട് നമുക്ക് അപ്പം വേദനിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഒരു പക്ഷേ പോവാൻ കാരണക്കാരായത്. അവരോട് വരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എഴുന്നേൽക്കാൻ സാധിച്ചതിന് നന്ദി എന്ന് എഴുതി തുടങ്ങിയിട്ട് പിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും വിൻസെന്റൊക്കെ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എൻ്റെ നന്ദി കിട്ടുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒരു പാർക്കിങ്ങിൽ കുടുങ്ങിപ്പോയി. ആരോ അത്രക്കും പിന്നെ വണ്ടി അടുപ്പിച്ച് പാർക്ക് ചെയ്ത് പോയിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി, അദ്ദേഹം സത്യം പറഞ്ഞാൽ മിററിൽ നോക്കിയിട്ട് എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്രയും പോയിന്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ പോയിന്റ് എടുത്ത് പെട്ടെന്ന് എനിക്ക് സമയത്തിനുള്ളിൽ പുറത്ത് കിടക്കാൻ കഴിഞ്ഞ സത്യം പറഞ്ഞാൽ ആ സെക്യൂരിറ്റി അവിടെ ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വണ്ടി വെച്ച ആൾ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പം പിന്നെ അതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അത്രയും വളരെ പിന്നെ നല്ല രീതിയിൽ ഞാൻ നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം. ഞാൻ പറഞ്ഞു അയാളുടെ ഡ്യൂട്ടി ആണെങ്കിൽ പോയി ഞാൻ പറഞ്ഞ വരെ നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞു. അത് എനിക്ക് നേരമില്ലാത്തതുകൊണ്ടും അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അദ്ദേഹം പറഞ്ഞു വേണ്ട, ഞാൻ ഡ്യൂട്ടിയിലാണ്, പിന്നീട് ആവാന്നൊക്കെ പറഞ്ഞു ഒരു മോളിൽ പോയപ്പോൾ. അപ്പൊ നമ്മളെ നന്ദി പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അത്രയും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു നൈഫൽ. പറഞ്ഞോളൂ. സെഷൻ എന്താ നടന്നതെന്ന് അറിയില്ല, സേഫ് ആണ്. ഒന്ന് ഈ സെഷൻ കഴിയുന്ന സമയത്ത് ലീഡേഴ്സ് ഒന്ന് സ്റ്റേ ചെയ്യണം, കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി 6:25 ഇനി ആരെയും പറയണ്ടോ? ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ശരി. കഴിഞ്ഞ ലീഡേഴ്സ് മീറ്റിന്റെ മിനിറ്റ്സ് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെ? ഷെയർഡ് അല്ലേ? കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. അപ്പം അതില് നമ്മൾ ഓരോ മാസത്തിലേക്കും ഓരോ ലീഡേഴ്സ് എന്നുള്ള രീതിയിലാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ ഈ 15-ാം തീയതിന് മുമ്പ് നമ്മൾ ഇതിന്റെ സൂമിന്റെ റെക്കോർഡ്, അതേപോലെ തന്നെ സൂം ഈ മെഡിറ്റേഷൻ ഷെയർ ചെയ്യുന്നത്, ഇതിന്റെ ലിസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഓരോ ആളുകളെ അതില് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹഫ്നിസ അതേപോലെ സൂമിൽ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ് പെട്ടെന്ന് എടുക്കുക, എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ് നൗഫൽ സാർ നോക്കിയിട്ട് അജിഷായിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ അജിഷൻ്റെയൊക്കെ ഒന്ന് ഈ ട്രെയിനിങ്ങിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യുക, ട്രെയിനേഴ്സിന്റെ ലിസ്റ്റ് ഫുള്ള് വാങ്ങിയിട്ട്
അത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. പിന്നെ ബാക്കി ആ മിനിറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഓരോ ആളുകൾ, ഓരോ ലീഡേഴ്സ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ ലീഡേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് അതൊരു പോസ്റ്റർ ആക്കുക. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്യുക. എന്നിട്ട് ഓരോ ലീഡേഴ്സും ജാനുവരി കഴിയുമ്പം നമുക്ക് എത്ര ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ടാവും എന്നുള്ളത് നേരത്തെ പറയാം. നമുക്ക് ജാനുവരി കഴിയുമ്പോൾ എത്ര ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു കൾച്ചറൽ ഡേ, ഒരു ഡേ നമ്മൾ ഏത് ഡേ ആണത് എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ട് ആ ഡേയിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്, ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കേണ്ടത്, എന്തൊക്കെ പ്രോഗ്രാമാണ് അതിൽ, അതും ലീഡേഴ്സ് എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് അന്ന് മീറ്റിങ്ങിൽ കുറച്ച് ആളുകളില്ലേ, അപ്പൊ അതില് ഈ സുലേഹാബി ഇതിലുണ്ടോ? സുലേഹാബി ഇതിലുണ്ടോ? ഉണ്ടാവാറുണ്ടോ? ഹലോ, ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് കാണുന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്നു. ശരി. അപ്പൊ ഇതിന് നമ്മൾ പിന്നെ ചുമതല കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. ഓക്കെ, പോസ്റ്റിങ്ങും മെഡിറ്റേഷൻസും ഹഫ്നിസാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് ഷൈനി മാമും ബഷീർ സാറും പിന്നെ ആരോം കൂടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞതിന് അന്നത്തെ മിനിറ്റ്സ് മിസ്സായിട്ട് വിട്ടുപോയതാണ്. അതേപോലെ ക്ലാസ് കോർഡിനേഷൻ സുലൈഹാവി, നൗഫൽ മുക്ക് ഒരാളും കൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷില മാമാന്ന് തോന്നുന്നു, ഏതോ ഒന്നിന് ഷില മാം ഉണ്ട്. അപ്പോൾ ഈ ആളുകൾ ഇപ്പൊ സുലൈഹാബിയാണ്, സുലൈഹാബിനും നൗഫലും സംസാരിക്കുക, അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമോ, എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമോ, എല്ലാ ദിവസവും വരുന്ന ആളുകളായിരിക്കണം. അല്ലെങ്കിൽ അതിലേക്ക് ഒരാളും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ വോട്ടിംഗ് പ്രകാരം എല്ലാവരും എല്ലാ ദിവസവും ക്ലാസ് വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആവശ്യപ്പെട്ടത് ഒഴികെ ഞായറൊഴികെ എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് നടത്താൻ എല്ലാവരും ഐക്യത്തിൽ തീരുമാനിച്ചു. ഒരു ഫ്രീ ഡേ എന്ന് പറഞ്ഞിട്ട് ആഴ്ച ഒരു ദിവസം ഫ്രീ ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലീഡേഴ്സിന് എന്ത് ചെയ്യാൻ തീരുമാനിക്കാം. പിന്നെ ട്രെയിനിങ് പാനലിൽ തീരുമാനിച്ചിരിക്കുന്നത് ഓസ്റ്റിൻ സാറും പ്രവീണ മാമും ഇപ്പോൾ അതുപോലെ 8 ക്ലാസ് എടുക്കാം. പിന്നെ മന്ത്ലി ഞാനൊരു സെഷൻ എടുക്കും, ബഷീർ സാറ് സെഷൻ എടുക്കും, രഞ്ജിത്ത് സാറ് സെഷൻ എടുക്കാറുണ്ട്, ഷീല മാം ഒരു സെഷൻ എടുക്കാറുണ്ട്. അങ്ങനെ ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതേപോലെ തന്നെ ജനുവരിയിൽ നൗഫൽ സാറും, ഫെബ്രുവരിയിൽ സനീഷ്, മാർച്ചിൽ വിൻസെന്റ് സാറ്, ഏപ്രിൽ ബഷീർ സാർ, ഇങ്ങനെ 4 ലീഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ലീഡർ എന്നുള്ള രീതിയിലും ബഷീർ സാറെ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അന്ന് ഇതിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനിച്ച ആളുകൾ ഇനി ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് പോകണം. അതായത് ഒരു വീക്കിലി ഒരു ലീഡേഴ്സ് മീറ്റ് വെക്കണം. ഓഫില് ലീഡേഴ്സ് മീറ്റിൽ എന്നെ ഒന്ന് വിളിക്കുക, ഞാനുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കണ്ടെങ്കിൽ വീക്കിലി ലീഡേഴ്സ് മീറ്റ് വെച്ചിട്ട് അതിന്റെ ഒരു അനലൈസിങ് നടത്തുക. ഓക്കെ, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ലീഡേഴ്സ് മീറ്റിംഗ് മിനിമം വെക്കുക. എത്രയാണ് ഈ ഒരു നൗഫലിന് അത് ഡിസൈൻ ചെയ്യാം. ഓരോ ആളുകൾക്കും അവരുടെ കപ്പാസിറ്റി ഇതാക്കാനുള്ളതാണ്. അപ്പൊ നൗഫലിന് ഈ ഒരു മാസത്തിൽ എത്ര ആളുകൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു എന്ത് സജഷൻസ് പറയാം. ഓക്കെ, പിന്നെ ഇപ്പോഴുള്ള ഗ്രൂപ്പുകളൊക്കെ പിരിച്ചിട്ട് രജിസ്ട്രേഷൻ നടത്തണം, അല്ലെങ്കിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കണോ, അതേപോലെ മെമ്പേഴ്സിന് ഉണ്ടാക്കാനും വേണ്ടി സ്ക്യൂറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആഡോ കാര്യങ്ങളോ റൺ ചെയ്ത് തരണോ, വേറെ എന്തെങ്കിലും ഹെൽപ്പുകൾ വേണോ, അതേപോലെ തന്നെ രജിസ്ട്രേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളും തീരുമാനിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ആളുകൾ ആക്റ്റീവ് ആകാനുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തീരുമാനിക്കുക. അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ടീം മെമ്പേഴ്സിന്റെ ഹെൽപ്പ് ചോദിക്കുക. അങ്ങനെ എന്തെങ്കിലും ഇത് കൊണ്ടുവരുന്ന ആൾക്ക് അപ്രിഷിയേഷൻ വെക്കണമെങ്കിൽ അപ്രിഷിയേഷൻ വെക്കുക. ഓക്കെ, ഇതൊക്കെ ഒന്ന് തീരുമാനിക്കുക. അതേപോലെ പോസ്റ്റർ എപ്പോഴും ഒരു മിനിമം ഒരു 7 ഡേയ്സിലേക്കെങ്കിലുള്ള പോസ്റ്റർ, ഇനി അൻഷൻ ഇല്ലാത്ത സമയത്ത് 7 ഡേയ്സിലേക്കുള്ള പോസ്റ്റർ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വെക്കുക. 7 ഡേയ്സിലേക്കുള്ള പോസ്റ്റർ പറയുമ്പോൾ ഞങ്ങൾ ടീം മെമ്പേഴ്സിനോട് പറഞ്ഞാൽ മതി. നിങ്ങൾ സബ്ജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ഡേ നിങ്ങൾ സജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ എല്ലാ ബുധനാഴ്ചയും അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ച എന്നൊക്കെ രീതിയിൽ ഒരാഴ്ചയിലേക്കുള്ള ഡേറ്റും സബ്ജക്റ്റും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരാഴ്ചയിലേക്കുള്ള പോസ്റ്റർ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇനി 15 ദിവസത്തേക്കുള്ള കൊടുക്കുകയാണെങ്കിൽ 15 ദിവസത്തേക്കുള്ള പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു വീക്കിലേക്കെങ്കിലുള്ള ട്രെയിനേഴ്സ് ലിസ്റ്റ് എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കണം. ഒരു വീക്കിലേക്കുള്ള ട്രെയിനേഴ്സ് ലിസ്റ്റ് എപ്പോഴും, ഒരു വീക്കിലേക്ക് അറിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോസ്റ്റേഴ്സ് ഒക്കെ വീക്കിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത 7 ദിവസത്തേക്ക് എന്നുള്ളതാണ്. അതായത് ഇന്ന് വെള്ളിയാണെങ്കിൽ അടുത്ത വ്യാഴം വരെ, നാളെ ശനിയാകുമ്പോൾ അടുത്ത വെള്ളി വരെ, ഓക്കെ, മറ്റന്നാൾ ഞായറാകുമ്പോൾ അടുത്ത തിങ്കൾ വരെ, ഓക്കെ, തിങ്കളാകുമ്പോൾ അടുത്ത ചൊവ്വ വരെ, ഇങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഒരു അടുത്തൊരു അപ്കമിങ് 7 ഡേയ്സ് എല്ലാ കാര്യങ്ങളും പോസ്റ്റർ ആണെങ്കിലും സെഷൻ ആണെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഓരോ 7 ഡേയ്സും അപ്ഡേറ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ പിന്നെ ഒരിക്കലും അത് നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്ന പോളിസിയാണ്. അടുത്ത 7 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നൗഫലിന്റെ ഒരു കമ്മിറ്റ്മെന്റ് എന്താണ്, ഈ ഒരു മാസം നമ്മൾ മിനിമം എത്ര പേരുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇതിനെ മാറ്റും, ആക്റ്റീവ് പാർട്ടിസിപ്പന്റ്? നൗഫൽ? കേൾക്കുന്നുണ്ട്. നമ്മള് പിന്നെ ഇതില് കൂടുതൽ ആളുകളേക്ക് എത്തിക്കുക എന്നുള്ളതാണ്
ഇതിന്റെ അല്ല, സന്തോഷം. ഒരു കൗണ്ട് വേണം. നമ്മളൊരു ഞാൻ പറഞ്ഞത് നമുക്ക് മെഷറബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മളെ ഗോള് ഇപ്പോഴും പറയാം, സ്മാർട്ട് ഗോൾ പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. ഈ തിയറിനെ മറന്നിട്ട് നമ്മൾ ഒരു ഗോളും സെറ്റ് ചെയ്യരുത്. പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒരു കൗണ്ട് നമ്മൾ പറയാം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കൗണ്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൗണ്ട് വേണം. ഒരു 10 പേര് പിന്നെ ജനുവരിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ആക്റ്റീവ് ആയിട്ടുള്ള എത്ര മെമ്പേഴ്സ് നമ്മളെ ക്ലാസ് പങ്കെടുത്തിട്ടുണ്ടാവുന്നതാണ്. ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ ഇന്ന് എത്ര പേരുണ്ടായിരുന്നേ? സ്റ്റാർട്ടിങ്ങിൽ 12, പിന്നെ 17, 18 വരെ വന്നിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കൗണ്ട് നമ്മളൊരു 50 എത്തിക്കുന്നുള്ളതോ അല്ലെങ്കിൽ 40 എത്തിക്കുന്നുള്ളതോ 100 എത്തിക്കുന്നുള്ളതോ, അത് ആ ഒരു കൗണ്ടാണ് വേണ്ടത്. ഒരു 30 പേരെ എത്തിക്കാം. 30 പേരെ ജാനുവരി 30 30 പേരാണോ? ഓക്കെ, അതിൽ പുതിയ എത്ര ആളുകൾ ഉണ്ടാവും? പുതിയ ഒരു 10 പേരുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഗോള് പറയാം, നമ്മൾ അതിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ 50 ആക്റ്റീവ് മെമ്പേഴ്സിന് ഉണ്ടാക്കാനും വേണ്ടി ഗോൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതിന് എന്ത് ഹെൽപ്പാണ് വേണ്ടത് വെച്ചെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ഹെൽപ്പും ചെയ്തു. ഓക്കെ, 50 ആക്റ്റീവ് മെമ്പേഴ്സിന് ഉണ്ടാക്കുക. ഓക്കെ, പുതിയതായിട്ട് ഇതുവരെ ബിമാജിക്കിൽ പങ്കെടുക്കാത്ത, പുതിയ ബിമാജിക്കിനെ കുറിച്ച് അറിയാത്ത പുതിയൊരു 20 മെമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുക. അതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. മീറ്റിംഗിൽ ഞാനല്ല, ഇതാണ് നമ്മൾ ഗോൾ എന്ന് സങ്കല്പിച്ചോളൂ. ഓക്കെ, നമുക്കൊരു ഏപ്രിൽ ആകുന്ന സമയമാകുമ്പോഴേക്ക്, നോമ്പ് കഴിഞ്ഞിട്ട് ഏപ്രിൽ ആകുന്ന സമയത്ത് നമുക്ക് 100 പേര് എത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇതിന് മാറ്റണം. ക്ലിയർ ആണോ? അതിന് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടതെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ആഡ് റൺ ചെയ്ത് തരണോ, ബാക്കി കാര്യങ്ങൾ ചെയ്തു തരണോ, വേറെ എന്ത് ചെയ്തു തരണോ, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ ആങ്കറിങ്ങിന് കേട്ടോ, ആങ്കറിങ്ങിന് ആരാണ് ചെയ്യുക, ആങ്കറിങ് ഇൻചാർജ് ആർക്കാണെന്നുള്ള സംഭവം കൂടെ സെറ്റ് ചെയ്യണം. ഓക്കെ, ആങ്കേഴ്സ് ആയിട്ട് ആരെങ്കിലും വരാൻ തയ്യാറുണ്ടോ, ആർക്കാണ് ഒരു ആങ്കർ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ നടന്ന മീറ്റിംഗുമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ബഷീർ സാർ, മണി സാർ. അല്ല, ഇതിന്റെ ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മളെന്താ ഫീസ് കൊടുക്കാറുണ്ടോ? നമുക്ക് അതിന്റെ അറിയില്ല. അതുകൊണ്ട് എങ്ങനെ പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മളെന്താ ഫീസ് കൊടുക്കാറുണ്ടോ ഇല്ലേ, എന്താണ് അതിന്റെ? ട്രെയിനേഴ്സിനാണോ? ട്രെയിനേഴ്സിനാണോ? അതെ അതെ അതെ. അവർക്ക് ഫീസ് കൊടുക്കാറുണ്ട്. അത് സ്കീകളെ കൊടുക്കും. ഓക്കെ, പുറത്തുനിന്ന് വരുന്നതിന്റെ ഫീസും അതേപോലെ തന്നെ അതിന്റെ സൂമിന്റെ ചാർജാണ് വരാറുള്ളത്. അത് രണ്ടും സ്കീകളെ പേ ചെയ്യാറുണ്ട്. സ്കീകളെ തന്നെ പേ ചെയ്തോളൂ. ഓക്കെ, ശരി. ഓക്കെ, എന്നാ വൈകിട്ട് ചെയ്യല സാറേ. ചെയ്യാം. നമുക്ക് ഒരു മീറ്റിംഗ് കൂടി വെക്കണം അടുത്ത ദിവസം. ഞാൻ എന്തായാലും അത് മുൻകൂട്ടി ഗ്രൂപ്പിൽ പറയാം. ശരി, ഓക്കെ. ഞങ്ങൾ വിളിക്കുന്നത് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് വരാൻ പറ്റാൻ. ഞാൻ ഇപ്പം ഷമീനിന്റെ ക്ലാസ് കേട്ടില്ല സത്യം. അതാ, അത് മാക്സിമം ഞാൻ ശ്രമിക്കും വരാൻ. ഞാൻ വരണമെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. ഞാൻ വരേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ വരണ്ട്. ഓക്കെ, താങ്ക് യു.